കഥകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കവിത അവതരണം ഈ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. സ്ത്രീധർമ്മത്തിന്റെ സത്യങ്ങളും പാരമ്പര്യത്തിലെ ചങ്ങലകളും ഇവിടെ അനാവരണം ചെയ്യുന്നു. വിറ്റുപോയ പെൺമക്കൾക്കായി കനൽ പൊട്ട്. പ്രസവിച്ചു പെൺകുട്ടിയാ. പെൺകുട്ടിയോ? എനിക്ക് കാണണ്ട. അതെന്താ എനിക്ക് മാത്രം പുതിയ ബാഗ് വാങ്ങി തരാത്തത്? നിനക്കെന്തിനാ ഇപ്പൊ പുതിയ ബാഗ്? അവന്റെ പഴയ ബാഗ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. വേഗം വാ, വേഗം പോയി ഡ്രസ്സ് മാറി ഒരുങ്ങ്. നിന്നെ പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടർ വരുന്നുണ്ട്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം. ഞങ്ങൾ പറയുന്നത് നീ കേട്ടാ മതി. എനിക്ക് സ്വപ്നങ്ങളുണ്ട്. എനിക്ക് ഇനിയും പഠിക്കണം, നല്ലൊരു ജോലി നേടണം. മതി, നിർത്ത്. തർക്കുത്തരം പറയണ്ട. ഒരുങ്ങിക്കോളൂ പെണ്ണ് കാണലിനായി. ഒരുങ്ങിക്കോളൂ വിവാഹ കമ്പോളത്തിലെ വില്ല പേശലുകൾക്കായി. ഒരുങ്ങിക്കോളൂ അറവു മാടിനെ പോലെ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് കൂടിയ വിലയ്ക്ക് വിൽക്കപ്പെടാൻ. ഒരുങ്ങിക്കോളൂ സ്വന്തം വീടും അസ്തിത്വവും നഷ്ടപ്പെടുത്താൻ. ഒരുങ്ങിക്കോളൂ നീ അടിമയാകാൻ. സമൂഹം ഇനിമേൽ നിന്റെ നിലയും വിലയും നിശ്ചയിക്കും. പ്രതികരിക്കരുതു നീ, സർവം സഹിക്കണം. തറവാട്ടിൽ പിറന്നവൾ എന്ന പേര് കേൾപ്പിക്കണം. വിവാഹ മാർക്കറ്റിൽ കൂടിയ വിലയ്ക്ക് വിൽക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഉൽപ്പന്നമായ അവൾ മാറുന്നതെന്ത്? തരംതിരിച്ച് മൂല്യമള കുറ്റവും കുറവും നോക്കി പല തട്ടുകളാക്കി വിലപേശി വിൽക്കപ്പെടാൻ മാത്രമാണോ പെൺജന്മങ്ങൾ? അറവുമാടുകളെ പോലെ ഒരു വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് സ്വന്തം വീടും അസ്തിത്വവും നഷ്ടപ്പെടുന്ന പെൺമക്കളെ കെടാതെ കാക്കുവാൻ അച്ഛനമ്മമാരെ ഉണർന്നു ചിന്തിക്കുവിൻ. നിങ്ങളുടെ പെൺമക്കൾ ഒരു സ്ത്രീധന മരണത്തിന് ഇരയാകാതിരിക്കട്ടെ. വിറ്റുപോകുന്ന പെൺമക്കൾക്കായി കനൽപൊട്ട്. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചില വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺപൊരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചില വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺപൊരുന്നിനെ. ചില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ ചില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. ചില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ ചില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വേട്ടയാടി കാട്ടുമൃഗം പൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കുവേ ഒരാൾ വിയത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യപാദം എന്ന വേദം ചേർത്തു വച്ച ജീവികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകരർഹനാണ് പുരുഷനെന്ന പേരതിന്നിതാനമീ നഖങ്ങൾ പൂത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. അറയിലെങ്കിൽ അറയിലും പറയിലെങ്കിൽ പറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവന്നവളെ കൂടഴി പുരാണമൊന്നിപ്പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നരുത്ത പച്ചയാൾ.
നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ എരിഞ്ഞു തീരുവാൻ അടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ വളർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അവലയല്ല ചവലയല്ല അഗ്നി എന്നവൾക്കുപേർ അവലയല്ല ചവലയല്ല അഗ്നി എന്നവൾക്കുപേർ ഒത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിന്റെ പാതിയില്ലവൾ പ്രപഞ്ച സാര സൗഭഗം ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാ കാടടക്കി ക്ഷീരവധം കൂടടക്കി ആരിമഭാരികളൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിനെ വരച്ചിരം തെരഞ്ഞതാം പരം പൊരുൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യരിത്രമേലുതാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുതാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. സ്ത്രീ ധനമായിരിക്കുമ്പോൾ പിന്നെ സ്ത്രീധനം വാങ്ങുന്നത് എന്തിനാണ്? സർവനാശത്തിലേക്കുള്ള തൂക്കമാണ് സ്ത്രീധനം. മാതാപിതാക്കളുടെ ഹൃദയത്തിൽ കനലെരിയുകയാണ് തങ്ങളുടെ പെൺമക്കളെ ഓർത്ത്. ശരിക്കും പെൺകുട്ടിക്ക് നൽകേണ്ടത് സ്ത്രീധനമല്ല, വിദ്യാഭ്യാസമാണ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ധൈര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രതികരണ ശേഷിയെ ഉണർത്തണം. പൊന്നുപോലെ വളർത്തിയ പെൺമക്കളെ വിവാഹത്തിലൂടെ സ്ത്രീധനത്തിന്റെ ബലിയാടുകളാക്കി മാറ്റാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ പെൺമക്കൾക്കായി സ്ത്രീധനം എന്ന സാമൂഹ്യ തിന്മയ്ക്കെതിരെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം.